എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക വരട്ടിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത ഒരു വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ചക്ക ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ചുള ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് പഴുത്ത ചക്കയാണ്. അതിൻ്റെ ചുളയെല്ലാം ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാം. 1.5 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചക്കയ്ക്ക് 1.5 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ചക്ക എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവും ചവിണിയും എല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി കുറേശ്ശെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തീരെയും വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ തന്നെ അരച്ചാൽ മതിയാകും. നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗവിൽ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് ചൂടാവുന്ന സമയത്ത് അരച്ച് വെച്ച ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഈ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഉരുളി നിറയെ ചക്ക ഇരിക്കുന്നത് കൊണ്ട് പകുതി ശർക്കര ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ബാക്കി ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് നല്ല കുറുകി വരണം. ഇനിയും ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ വരട്ടിയെടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇത് അതിലെ വെള്ളം വറ്റുന്നത് വരെ ഇങ്ങനെ പൊട്ടൽ വന്നുകൊണ്ടേയിരിക്കും. അത് കയ്യിലെല്ലാം തെറിക്കും. അത് കാരണം ഇത്തിരി നീളമുള്ള ചട്ടുകം കൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ദേഹത്തൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടേയിരിക്കും. വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് ആ പൊട്ടൽ. ഇതിങ്ങനെ ഇളക്കി ആ ചട്ടുകം ഇളക്കാൻ പറ്റാത്ത ആ ഒരു കട്ടിയിലാകുമ്പോഴാണ് ചക്ക വരട്ടി റെഡിയാവുന്നത്. ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. ഇനിയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇളക്കുമ്പോഴത്തിരി കട്ടിയായിരിക്കും. ചട്ടുകം അങ്ങോട്ട് നീങ്ങുകയില്ല. അപ്പം അത്രയും ബലത്തിൽ വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉരുളിയിൽ നിന്ന് വിട്ട് വരണം. ഇപ്പം പാകമായിട്ടുണ്ട്.
ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂട് കുറയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കൈ കൊണ്ടൊന്ന് എടുത്ത് ഉരുട്ടി നോക്കുക. അപ്പോൾ കയ്യിൽ ഒന്നും ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാകത്തിനായിട്ടുണ്ട്. പാകത്തിനായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.